ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്പെയിനിലാണ് നടന്നത്. അപ്പോൾ ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇന്ന് സ്മാക്ക് ഡൗൺ ലൈവായി ടെലികാസ്റ്റ് ചെയ്തത് എപ്പോഴത്തെയും പോലെ 5:30 അതിനും കുറച്ച് മണിക്കൂർ മുൻപ്, അതായത് 12:30 ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സോണി സ്പോർട്സ് ലൈവായി ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നമ്മൾക്കും അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ലൈവായി വന്നിട്ടുള്ളത്. അതായത് US നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ അവർ എപ്പോഴത്തെയും പോലെ ടാപ്പ് ചെയ്ത ഷോയാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ രാവിലെ 5:30 റിപ്പീറ്റ് കാണിക്കുന്ന അതേ സമയത്താണ് അവർക്ക് ഈ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ സോണി സ്പോർട്സ് ഒക്കെ ലൈവ് കാണിക്കാൻ കാരണം നെറ്റ്ഫ്ലിക്സിൻ്റെ എല്ലാം ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ടാണ്. അതായത് നെറ്റ്ഫ്ലിക്സ് ഇനി മുതൽ എല്ലാ ഷോസും ഇങ്ങനെയാണ് കാണിക്കുക. അതായത് ഒറ്റ എപ്പിസോഡും ടാപ്പ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഉപകാരമാണ്. അതായത് അതാത് ഷോസ് കറക്റ്റായിട്ട് സ്പോയിലർ ഇല്ലാതെ കാണാൻ സാധിക്കും. അപ്പോൾ US നെറ്റ്വർക്ക് അവരുടെ അവിടെ മാത്രം ടാപ്പ് ചെയ്ത ഷോയാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ റിവ്യൂ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് 12:30 സ്മാക്ക് ഡൗൺ ലൈവ് കണ്ടതിന് ശേഷമാണ്. വോയിസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ LA നൈറ്റിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ LA നൈറ്റ് വന്നതിന് ശേഷം ബാഴ്സലോണ ഫാൻസുമായിട്ട് സംസാരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ US ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഫാൻസ് എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ അത് അറിയിക്കുന്നു എന്ന്. അപ്പോൾ ഫാൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഫാൻസ് ഇന്ന് നടന്ന ഷോയിൽ വേറെ ലെവൽ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് റാൻഡി വന്ന സമയത്തായാലും കോഡി വന്ന സമയത്തായാലും ടീം മ്യൂസിക് എല്ലാം പാടി അതുപോലെ തന്നെ മാച്ചുകൾക്കും നല്ല പോലെ ചിയർ ചെയ്ത് അടിപൊളിയായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ജിമ്മി ഉത്സവം വരുന്നതായിട്ടും വന്നതിന് ശേഷം ജിമ്മി ഉത്സവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് റസൽമീനയിലേക്ക് പോകണമെങ്കിൽ നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഏക പ്ലാൻ. അതായത് ജിമ്മി ഉത്സവം LA നൈറ്റിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെയാണ് വന്നത്. അതേസമയം സോളോ സിക്കാവയുടെ തീം മ്യൂസിക് പ്ലേ ആയി ഇവരോട് വന്നുകൊണ്ട് സോളോ സിക്കാവ് പറയുന്നുണ്ട് US ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ജേക്കബ് ഫാട്ടു ആണ് മത്സരിക്കാൻ പോകുന്നത്, ജിമ്മി ഉത്സവം അല്ല എന്ന ടൈപ്പിലൊക്കെ. പിന്നീട് ഇവർക്ക് തമ്മിൽ സ്പാർക്ക് വരും. അതായത് സോളോ സിക്കാവ റോമൻ റെയിൻസിന്റെ കൂടെ തോറ്റുപോയ കാര്യത്തെ പറ്റിയെല്ലാം ജെയുസ പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ന്യൂ ബ്ലഡ് ലൈൻ ടീം LA നൈറ്റ് ആൻഡ് ജെയുസ ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബ്രോൺ സ്ട്രോമൻ വന്നുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു. അതായത് ജേക്കബ് ഫാട്ടു സോളോ സിക്കാവ ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് ശേഷം നിക്കാൾഡീസ അവിടെ വന്നുകൊണ്ട് ഇവർക്കൊരു 6-man ടാഗ് ടീം മാച്ച് അപ്പോൾ തന്നെ വെച്ചു. പിന്നീട് ഇവരുടെ 6-man ടാഗ് ടീം മാച്ചാണ് നടന്നത്. ജേക്കബ് ഫാട്ടു, ടോമ ടോങ്ക, സോളോ സിക്കാവ വേഴ്സസ് യുണൈറ്റഡ് ചാമ്പ്യൻ LA നൈറ്റ്, ബ്രോൺ സ്ട്രോമൻ ആൻഡ് ജിമ്മി ഉസോ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ബ്രോൺ സ്ട്രോമൻ റിങ്ങിന് ചുറ്റും ഓടി വന്നുകൊണ്ട് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ജിമ്മി ഉസോ ഒരു സൂസൈഡ് ഡൈവും അതുപോലെ തന്നെ LA നൈറ്റും ഇവരെ റിങ്ങിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അവസാനം ബ്രോൺ സ്ട്രോമൻ ടോമ ടോങ്കയ്ക്ക് ഒരു റണ്ണിംഗ് പവർ സ്ലാം ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബ്രോൺ സ്ട്രോമൻ, ജിമ്മി ഉസോ ആൻഡ് യുണൈറ്റഡ് ചാമ്പ്യൻ LA നൈറ്റ് ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സോളോ സിക്കാവ ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ജേക്കബ് ഫാട്ടോ എല്ലാം വന്ന് ഇവരെ അറ്റാക്ക് ചെയ്തു. ശേഷം LA നൈറ്റും സോളോ സിക്കാവയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഫാൻസിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി. ബ്രോൺ സ്ട്രോമനെ ജേക്കബ് ഫാട്ടോ കണ്ടിന്യൂസ് ആയിട്ട് മോൺസേർട്ട് എല്ലാം കൊടുത്ത് ഭയങ്കരമായും അറ്റാക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നത് പോലെ കാണിച്ച് എൻട്രൻസിന്റെ അവിടെ എത്തിയ സമയത്ത് ജേക്കബ് ഫാട്ടു വീണ്ടും തിരികെ വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമനെ ബാരിക്കേഡിന്റെ മുകളിലേക്കെല്ലാം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. പിന്നീട് വുമൻസിന്റെ മാച്ചാണ് നടന്നത്. ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ബി ഫാബ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ഷാർലറ്റ് സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് മാച്ച് വിൻ ചെയ്തു. മാച്ച് വിൻ ചെയ്തതിന് ശേഷവും സബ്മിഷൻ ലോക്കുമായി മുന്നോട്ട് പോയ സമയത്ത് റഫറീസ് എല്ലാം വന്ന് റിലീസ് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ചെയ്യാതെയാകുമ്പോൾ വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്ട്രാറ്റൻ അവിടെ വന്നുകൊണ്ട് ഷാർലറ്റുമായിട്ട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തു. പിന്നീട് സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് പോലെയും അതെല്ലാം മറികടന്ന് ഇവർ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിരുന്നു, അതായത് ഒരു പരിധി വരെ. എന്നാൽ ഒരു സമയത്ത് ഇവരുടെ അറ്റാക്കിംഗ് സെഗ്മെന്റ് പരിധി വിട്ടു. അതായത് മൊത്തത്തിൽ ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചുകൊണ്ട് മിസ് TV സെഗ്മെന്റ് നടക്കുന്നതിനേക്കാൾ മുൻപ് വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്തതൊക്കെയാണ് അല്പം കൂടിയതായിട്ട് എനിക്ക് തോന്നിയത്.
എന്നാലും ആ ഒരു മിസ് ടിവിയുടെ ലോഗോ വെച്ചിട്ടുള്ള ആ ഒരു പാനലിന്റെ മുകളിൽ നിന്നും ഇവരുടെ മേലേക്കെല്ലാം ജമ്പ് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അധിക സമയം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അഭിപ്രായം വന്നത്. എന്തായാലും ഇവരുടെ റെസൽമേനിയ മാച്ചിന് ഇപ്പോൾ നല്ല സ്റ്റാർട്ടിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മിസ് ടി വി സെഗ്മെന്റ് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ആണ് വന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ മിസ് വന്നതിന് ശേഷം പറയുന്നത് കോഡി റോഡ്സിനോട് റോക്കിന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മിസ് ആവശ്യപ്പെട്ട കാര്യത്തെ പറ്റിയൊക്കെയാണ്. അതിനുശേഷം മിസ് കോഡി റോഡ്സിനെ റിങ്ങിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നീട് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് അവിടെ വരുന്ന സമയത്ത് ഫാൻസ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് തീം മ്യൂസിക് എല്ലാം പാടിക്കൊണ്ട്. അപ്പോൾ മിസ് പറയുന്നത് കോഡി റോഡ്സ് റിങ്ങിൽ കയറിയ സമയത്ത് അവൻ്റെ തീം മ്യൂസിക് എല്ലാം ഓഫാക്കാനായിട്ടാണ്. അതായത് ഓൾറെഡി മിസ്സിന് ഇപ്പോൾ സമയമില്ല എന്നും മിസ്സിൻ്റെ പകുതി സമയം ടിഫനി സ്ട്രാറ്റൻ കളഞ്ഞതായിട്ടും അതുപോലെ തന്നെ കോഡി റോഡ്സിൻ്റെ തീം സോങ് പാടി സമയം കളയാനായിട്ട് തൻ്റെ കയ്യിൽ ഒട്ടും സമയമില്ല എന്ന ടൈപ്പിലൊക്കെ കോഡി റോഡ്സിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും. ഇത് കേട്ട് കോഡി റോഡ്സിന് ദേഷ്യം വന്ന് കോഡി റോഡ്സ് മിസ്സിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ തന്നെ ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് മൈക്കെടുത്ത് പറയുന്നത് എനിക്ക് ജോൺ സീനയോടല്ലാതെ മറ്റാരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന ടൈപ്പിലാണ്. അതായത് നെക്സ്റ്റ് വീക്ക് റോയിൽ ഇവർക്ക് നടക്കുന്ന സെഗ്മെന്റിന് ഒരു സ്റ്റാർട്ടിങ് വെച്ചുകൊണ്ട്, അതായത് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നാക്കമോറ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള റീമാച്ച് എല്ലാം ചോദിക്കും LA നൈറ്റിൻ്റെ കൂടെ. അപ്പോൾ നിക്ക് ആർഡിയൻസ് പറയുന്നുണ്ട് ആ മാച്ചൊന്നും ഇപ്പോൾ തരാൻ പറ്റില്ല, അതുപോലെ നാക്കമോറ റെഫറി അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംസാരിക്കുന്ന സമയത്ത് അവിടെ ഡാമിൻ പ്രീസ്റ്റ് വന്ന് ഡ്രൂ മാക്കൻടയർ അന്വേഷിക്കുന്നതായിട്ടും അതേസമയം തന്നെ നാക്കമോറ സ്പാനിഷ് ഭാഷയിൽ ഡാമിൻ പ്രീസ്റ്റിനോട് എന്തോ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൊറിയും. പിന്നീട് ഡാമിൻ പ്രീസ്റ്റും അത് എത്തിപ്പിടിച്ചുകൊണ്ട് അതേപോലെ തന്നെ റിപ്ലൈ കൊടുത്ത് ഇവർക്ക് തമ്മിൽ ഒരു ഫൈറ്റ് വരുന്നത് പോലെയും. ശേഷം ഇത് മനസ്സിലാക്കിയ നിക്ക് ആർഡിയൻസ് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് കൺഫേം ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് ഈ മാച്ചാണ് നടന്നത്, ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് നാക്കമോറ. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. രണ്ടുപേരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡ്രൂ മാക്കൻടയർ അവിടെ വരുന്നതായിട്ടും എന്നിട്ട് ഡാമിൻ പ്രീസ്റ്റിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ നോക്കും. ആ സമയം നാക്കമോറ റോൾ പിൻ ചെയ്തുവെങ്കിലും വിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ഒരു അവസരം കിട്ടിയ സമയത്ത് അങ്ങനെ തന്നെ ഫിനിഷർ അടിച്ച് വിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴേക്കും മാക്കൻടയർ റിങ്ങിൽ കയറി ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഈ ഒരു മാച്ചിൽ ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ഡാമിൻ പ്രീസ്റ്റാണ് വിൻ ചെയ്തത്. പിന്നീട് ഡ്രൂ മാക്കൻടയർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നാക്കമോറ ഡാമിൻ പ്രീസ്റ്റിന് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് ഡ്രൂ മാക്കൻടയർ ഭയങ്കരമായി റിങ്ങിന് പുറത്തെല്ലാം കൊണ്ടുപോയി ബാരിക്കേഡിന്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിഞ്ഞ് അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഡ്രൂ മാക്കൻടയർ അവിടെ നിന്നും പോകുന്നത് പോലെ കാണിച്ച് റിങ്ങിൽ തിരികെ കയറിയ ഡാമിൻ പ്രീസ്റ്റിനെ വീണ്ടും വന്നുകൊണ്ട് ഒരു ക്ലൈമോർ കിക്ക് ചെയ്ത് ഡ്രൂ മാക്കൻടയർ വീണ്ടും അറ്റാക്ക് ചെയ്തു ഡാമിൻ പ്രീസ്റ്റിനെ. അപ്പോൾ ഇവരുടെ റെസൽമേനിയ മാച്ചും അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോറി സ്റ്റോറി. പിന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സെലീന വേഗ പൈപ്പർ നിവിൻ ഇവർക്കൊരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ശരിക്കും ചെൽസി ഗ്രീനെയാണ് ചാലഞ്ച് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ പൈപ്പർ നിവിൻ ഇടപെട്ടുകൊണ്ട് ഈ ടൈപ്പിലാണ് മാച്ച് വന്നത്. പിന്നീട് റാൻഡി ഓട്ടന്റെ മാച്ചാണ് സ്മാക്ക് ഡൗണിൽ നടന്നത്. അപ്പോൾ ഈ മാച്ച് നടന്നത് കാർമെലോ ഹെയ്സിന്റെ കൂടെയാണ്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് റാൻഡി ഓട്ടൻ കൈ കൊടുക്കാൻ നോക്കുന്ന സമയം കാർമെലോ ഹെയ്സ് കളിയാക്കി വിടുന്നുണ്ട്. പക്ഷെ ആള് മാറിയത് അവന് മനസ്സിലായില്ല. അടുത്ത സെക്കൻഡിൽ റാൻഡി ഓട്ടൻ അത് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് 1-2 മിനിറ്റോളം നിലത്ത് നിർത്തിയിട്ടില്ല. അതായത് പിന്നീട് അങ്ങോട്ട് ചറപറ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്തു. ശേഷം റാൻഡി ഓട്ടന്റെ സ്റ്റൈലിൽ കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചു കാർമെലോ ഹെയ്സിനെ. മാച്ചിന്റെ അവസാനത്തിൽ റാൻഡി പല പ്രാവശ്യം ആർഗ്യൂ ചെയ്യാൻ നോക്കിയെങ്കിലും അതെല്ലാം കാർമെലോ ഹെയ്സ് റിവേഴ്സ് ചെയ്ത് ഫിനിഷർ കൊടുക്കുന്നത് പോലെ കാണിച്ചു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓട്ടൻ ഒരു ആർഗ്യൂ ഫിനിഷർ കാർമെലോ ഹെയ്സിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റാൻഡി ഓട്ടനാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷവും കാർമെലോ ഹെയ്സിനെ ബഹുമാനിച്ചുകൊണ്ട് വീണ്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കിയ സമയത്ത് അവൻ വീണ്ടും മെക്കട്ടെ കയറാൻ നോക്കി. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു മരണമാസ ആർക്കെയോ കാർമെലോ ഹെയ്സിന് കൊടുത്ത് റാൻഡി ഓട്ടൻ പൊൺകിക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി. പൊൺകിക്ക് ചെയ്യാൻ നോക്കിയ അടുത്ത സെക്കൻഡിൽ തന്നെ കെവിൻ ഓവൻസ് വന്ന് കാർമെലോ ഹെയ്സിനെ സേവ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് റാൻഡി ഓട്ടൻ കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്തുവെങ്കിലും കെവിൻ ഓവൻസ് ഫാൻസിന്റെ സൈഡിൽ കൂടെ എസ്കേപ്പായി പോയി. അപ്പോൾ ഇവരുടെ റെസൽമേനിയ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് നന്നായിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ചത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് കെവിൻ ഓവൻസ് ഒന്ന് അറ്റാക്ക് ചെയ്ത് മാച്ചെല്ലാം കുളമാകുമെന്നാണ്. അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് റാൻഡി സ്മാക്ക് ഡൗണിൽ ഒരു മാച്ച് ചെയ്യുന്നത്.
പിന്നീട് ബാക്ക് സ്റ്റേജിൽ നെക്സ്റ്റ് വീക്കും ജേക്കബ് ഫാട്ടു, ബ്രോൺ സ്ട്രോമൻ ഈ ഒരു ടൈപ്പിലെല്ലാം ഇവരൊരു ചെറിയ പ്രോമോ എല്ലാം കാണിച്ചു പോയിരുന്നു. പിന്നീട് വേൾഡ് ചാമ്പ്യൻ ഗുന്തറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഗുന്തർ വന്നതിന് ശേഷം അവിടെയുള്ള ഫാൻസിനെ നൈസായി കളിയാക്കുന്നുണ്ട്. പിന്നീട് അവരുടെ കൂവലും വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ NXT ടാഗ് ടീം ചാമ്പ്യനായ അക്സിയം എന്ന റെസ്ലറെ പറ്റി സംസാരിച്ചുകൊണ്ട് മാച്ചിനെല്ലാം വിളിക്കുന്നുണ്ട്. അതായത് നൈസായി കളിയാക്കിക്കൊണ്ട് സ്പെയിനിലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു, അപ്പോൾ അവരുമായിട്ടുള്ള മാച്ചാണ് നടക്കാൻ പോകുന്നത്, ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് അക്സിയമിനെ റിങ്ങിലേക്കെല്ലാം വിളിച്ചുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ട് ഈ മാച്ച് തോന്നി. രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട്. അതും NXT ടാഗ് ടീം ചാമ്പ്യനായ ആക്സിയം കിട്ടിയ അവസരത്തിലെല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഗന്ധറും നന്നായി തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. മാച്ചിൽ നമ്മൾ ഞെട്ടിപ്പോയൊരു കാര്യം എപ്പോഴാണെന്ന് വെച്ചാൽ ഗുന്തർ മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് പവർ ബം ഫിനിഷർ ചെയ്തപ്പോൾ മാച്ച് അവസാനിക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അക്സിയം അത് കിക്കൗട്ട് ചെയ്തുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ഗുന്തറിനെ അക്സിയം ഫിനിഷർ ചെയ്തുവെങ്കിലും ഗുന്തർ അതെല്ലാം കിക്കൗട്ട് ചെയ്തു. പിന്നെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് പവർ ബം ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഗുന്തറാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ജെയ്സോനെ എല്ലാം ചെയ്യുന്നത് പോലെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് അക്സിയമിനെ അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് ഫാൻസ് ജെയ്സോയുടെ പേരൊക്കെ പറഞ്ഞുവെങ്കിലും ജെയ്സ വന്നില്ല. അപ്പോൾ ഇന്ന് ജെയ്സ വരാതിരുന്നത് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് പോൾ ഹേമന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ പോൾ ഹേമൻ പറഞ്ഞത് WWE 2K25 ഗെയിമിനെ പറ്റിയാണ്. അതായത് ഈ ഗെയിമിന്റെ കവർ ഫോട്ടോ ആയിട്ട് റോമൻ റെയിൻസ് ആണ് ഉള്ളത് എന്നും അതുപോലെ തന്നെ ഇന്ന് ആ ഒരു പോസ്റ്റർ എല്ലാം റിലീസാകും. അതുപോലെ തന്നെ CM പങ്കിനെ പറ്റി പറഞ്ഞു. അതായത് CM പങ്കിന് റോമൻ റെയിൻസിനോട് അസൂയയാണ്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് റോമൻ റെയിൻസിന്റെ ദിവസമാണ്. അതായത് ഇന്നത്തെ ദിവസം CM പങ്കിന്റെയോ സെത്ത് റോളൻസിന്റെയോ ദിവസമല്ല, അത് റോമൻ റെയിൻസിൻ്റെതാണ് എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസുമായിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം എന്നാണ് പോൾ ഹേമൻ പറഞ്ഞത്. അതായത് നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തുകൊണ്ട് പോൾ ഹേമൻ ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് അവിടെ നിന്നും പോയി. അപ്പോൾ ഈ സെഗ്മെന്റ് കണ്ട സമയത്ത് റോമൻ റെയിൻസ് വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്തോ എന്നൊരു ഡൗട്ട്. പിന്നീട് വേൾഡ് ചാമ്പ്യൻ ഗുന്തർ ബാക്ക് സ്റ്റേജിൽ വെച്ച് ജിമ്മി ഉസോയുമായിട്ട് സംസാരിച്ചു. അതായത് ജെയ്സോനെ പറ്റി കുറ്റങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ജിമ്മി ഉസോ പറയുന്നുണ്ട്, റസൽമേനിയയിൽ ജെയ്സോ നിന്റെ ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന ടൈപ്പിൽ. അതിനുശേഷം ഈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഗുന്തർ പറയുന്നുണ്ട്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, നിനക്ക് പക്വതയുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. അതായത് ഇത്തരത്തിൽ കളിയാക്കി ജിമ്മി ഉസോയ്ക്ക് പക്വതയില്ല എന്ന ടൈപ്പിലൊക്കെയാണ് ഗുന്തർ ഉദ്ദേശിച്ചത്. പിന്നീട് സ്മാക്ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടാഗ് ടീം ചാമ്പ്യൻസായ DIY ഫോഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ച് സ്റ്റാർട്ട് ചെയ്ത പല സമയങ്ങളിലും പ്രീറ്റി ഡെഡ്ലി ടീം മാച്ച് ബാക്ക് സ്റ്റേജിൽ നിന്ന് വാച്ച് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഈ മാച്ച് കണ്ട സമയത്ത് ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല, മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് അല്ലെങ്കിൽ പ്രീറ്റി ഡെഡ്ലി വന്ന് മാച്ച് കുളമാക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മാച്ചിന്റെ അവസാനത്തിൽ DIY ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസായി മാറിയത്. അതും DIY ടീം ഫിനിഷറെല്ലാം ചെയ്ത സമയത്ത് അത് മിസ്സായിക്കൊണ്ട് ഇവർക്ക് തന്നെ കിട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ടൊമാസോ സിയാംബ, ജോണി ഗർഗാനോ ഇവർക്ക് തന്നെ. എന്തായാലും സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് മാച്ച് വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ടീമാണ് റോയൽ റംബിളിൽ മെഷീൻ ഗൺസിന്റെ അവസരം കളഞ്ഞതും സ്മാക്ക് ഡൗണിലും പ്രീറ്റി ഡെഡ്ലി ടീമിന്റെ അവസരം കളഞ്ഞതും. അതായത് ഒരു ഹീൽ ടേൺ ചെയ്തുകൊണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇവരെല്ലാം ഒന്ന് പ്രതികാരം ചെയ്യും എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ നല്ല രീതിയിൽ സമയവും ബാക്കി ഉണ്ടായിരുന്നു. അതായത് സ്മാക്ക് ഡൗൺ ഇന്ന് നേരത്തെ കഴിഞ്ഞു. അപ്പോഴും വിചാരിച്ചു എന്തെങ്കിലും സംഭവിക്കുമെന്ന്. എന്നാൽ അപ്പോഴൊന്നും സംഭവിച്ചില്ല. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ടാഗ് ടീം ചാമ്പ്യൻസായിട്ട് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത്. നല്ല മാച്ചസ് സെഗ്മെന്റ് എല്ലാം നടന്നിട്ടുണ്ട്. സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.